ലാസ്റ്റ് ജംഗ്ഷൻ ആട്ടോ. ഇവിടുന്ന് നമ്മളിനി നേരെ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാണ്. കാട്ടിലെ എൻ്റർ ചെയ്തിട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പൊ കറക്റ്റ് സമയം 6 മണിയാണ്. വിശാല എണീക്കട. മുത്തുട്ടി ഭയങ്കര ഉറക്കത്തിലാണ്. ഞാൻ കാടെത്തുമ്പോ വിളിക്കുമ്പോ മുത്തുട്ടിയെ ഇതാ കേറിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇത് ചിന്നാർ ഫോറസ്റ്റ്. സോ എന്തായാലും നമുക്ക് നേരെ പോയത് അവിടെ കണ്ട് മഞ്ഞ് ഫുൾ മഞ്ഞായിരിക്കണം. ആ ഒരു ഭാഗത്തൊക്കെ എന്തായാലും കയറുമ്പോൾ ഫുള്ള് മഞ്ഞായിട്ട് മൂടും. നമ്മളിത് അവിടുന്ന് 30 കിലോമീറ്ററോളം പോകുന്നുട്ടാ. നമ്മളിപ്പോ മൂന്നാർ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ മറയൂര് കഴിഞ്ഞ് മൂന്നാറിലേക്ക് എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. സോ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ടായി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരാന്ന് കരുതിയിട്ട് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. സോ എന്തായാലും നമ്മളിപ്പോൾ ഇവിടുന്ന് തമിഴ്നാട് ഇപ്പോൾ കുറേ നേരമായി നമ്മൾ ഇതിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇവിടുന്ന് നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടുന്ന് ഫുള്ള് നിരപ്പായിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഫുള്ള് നിരപ്പെടുന്നത്. ഇങ്ങോട്ട് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മലനിരകളായി നമ്മുടെ കേരളത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഭാഗം കേരളം എന്താ പോയത്. ആ ഭാഗം കേരളമാണ്, ഈ ഭാഗം തമിഴ്നാട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാടിൻ്റെ ആ ഒരു ഭംഗി ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം. തമിഴ്നാടായാലും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ഇപ്പോൾ കുറേ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നു. ഭംഗിയുള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് പതിയെ പോന്നു. നമുക്ക് പോവാട്ടോ. നമ്മുടെ മൂന്നാറിലേക്ക് നമ്മൾ നേരെ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇത് നമുക്കിത് അതിൽ കൂടെ ഇങ്ങനെ കയറി പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരം മഞ്ഞും മലയും അതുപോലെ തന്നെ ആ നേച്ചർ ബ്യൂട്ടിയും ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു നാട്ടും പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മൂന്നാറിലേക്ക് പിടിക്കുകയാണ്. നമുക്കവിടെ മറ്റേ ഫോറസ്റ്റ് അടക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. നമ്മൾ ആ വൈകുന്നേരം ആ ടൈമാണ് കയറാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മൃഗങ്ങളെ കാണുന്നത് തോന്നുന്നു കേട്ടോ. അതെ, നമ്മളിപ്പോൾ ഒരു സെൻറ്ററൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യാണ്. ഓക്കെ, ഇതേ നമ്മളിത് അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. എന്തായാലും നോക്കി വെക്കാം. വൈകുന്നേരം നമ്മൾ കറക്റ്റ് ടൈമിലാണ് നമ്മൾ കയറുന്നത്. 5:54 നമ്മൾ കയറുന്നത്, 6 മണി ടൈമിൽ. അപ്പോൾ എന്തായാലും മൃഗങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷ. നോക്കി വെക്കാം, പോവാ. നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുക്കനെയാണ് നമ്മൾ ഈ ഒരു മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കുള്ള ഈ ഒരു ചിന്നാർ ഫോറസ്റ്റിലേക്ക് കയറിയത്. പക്ഷേ നമുക്ക് ഒരു തരത്തിലുള്ള മൃഗങ്ങളും ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ഇതുവരെയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. നമ്മളിന്ന് ഈ ഒരു വൈകുന്നേരം ടൈം, അതായത് ഒരു 6 മണി ആ ഒരു ടൈമിൽ കയറുന്ന കാരണം മൃഗങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കാട്ടുപോത്തിന് ആനകളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി നമ്മൾ ഇവിടെയും കാണുന്നുള്ള പ്രതീക്ഷയിലാണ് കയറിയത്. അപ്പോൾ നമ്മൾ ആകെ മയിലിനല്ലാതെ വേറെ ഒരു മൃഗത്തിനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു വേറെ തന്നെ കേട്ടോ. കാരണം 2 സൈഡിലും മലനിരകളും അതുപോലെ തന്നെ മുന്നിലേക്ക് ഒരു അടിപൊളി വ്യൂവും അതുപോലെ തന്നെ ആ ഒരു റോഡും, അതെ, ഇതെല്ലാം പാടെ കൂടിച്ചേരുമ്പോൾ നമ്മൾക്ക് ആ ഒരു വഴിയിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് തന്നെ വേറെയാണ് കേട്ടോ. നിങ്ങൾ ഇതിനെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ വാൾപ്പാറയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ ചിന്നാർ ഫോറസ്റ്റിൽ പോകുമ്പോൾ ആ ഒരു കാടിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങൾ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഈ നേരെ ഇപ്പോൾ ചെല്ലുന്നത് മൂന്നാറിലേക്ക്. മൂന്നാറിൽ നമ്മൾ ഇന്നത്തെ രാത്രി തങ്ങിയിട്ട് നാളെ പുലർച്ചെ രാവിലെ എണീച്ചിട്ട് നമ്മൾ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങും. ഗൈസ്, നമ്മൾ ആ ഒരു റൂട്ടിന് കുറേ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കി പതിയെ ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ ഇപ്പം നല്ല ഇരുട്ടാവുന്നുണ്ട്. ആ വെളിച്ചമൊക്കെ പോകുന്നുണ്ട്. ഒരു മയിൽ ഇതവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടുന്ന് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല ഫീലുള്ള മയില. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മൾ 2 കണ്ടിരുന്നു കേട്ടോ. ഇത് ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ കാടൊക്കെ കഴിഞ്ഞ് പോകുന്നുട്ടോ. നമുക്ക് മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ എത്തിക്കുന്നത് മറയൂരാണ് കേട്ടോ.
മറയൂരാണ് ഇപ്പം നമ്മൾ ഉള്ളത്. നമ്മൾ ഇനി ഇവിടുന്ന് ഏകദേശം മൂന്നാർക്ക് എത്ര 20-30 കിലോമീറ്റർ വരെ ആണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം. അവിടെ ചെന്നിട്ട് റൂം എടുക്കണം. അതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് അവിടെ അന്വേഷിക്കണം. അതുകൊണ്ട് റൂം എടുത്തിട്ട് ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ. നമ്മളിതാ ഇവിടുന്ന് 30 കിലോമീറ്ററോളം പോകുന്നിട്ടാ. നമ്മളിപ്പോൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മറയൂര് കഴിഞ്ഞ് മൂന്നാറിലേക്ക് എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ.